ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഇപ്പം നമ്മൾ ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ടായി പോകും. എന്നെ വിളിക്കുന്നു ഇല്ലേ, ഞാൻ വന്ന് നിങ്ങളെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നെ ബഹുമാനിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നത് എൻ്റെ കടമയാണ്. അതില്ലാത്ത എന്തൊക്കെ ഇൻ്റർവ്യൂ അപ്പം നടക്കുന്നത് നമുക്കൊന്നത് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. പരസ്പര ബഹുമാനമില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇപ്പം അത് വളരെ ഇപ്പം സൗഹൃദമാണ്, സിനിമയിൽ സൗഹൃദത്തിന് പ്രാധാന്യം. അതും നല്ലതാണ്, വരുന്നവർക്ക് നല്ലതാണ്, കുഴപ്പമില്ല. ഈ ഓരോ വേഷങ്ങൾ കിട്ടുമ്പം എനിക്ക് തോന്നുന്നു കൂടുതലും വില്ലത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, നാത്തൂനായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ വേഷങ്ങളുണ്ട്. ഏറ്റവും സംതൃപ്തി കിട്ടുന്ന ഏത് വേഷം ചെയ്യുമ്പോഴായിരുന്നു? എനിക്കോ? എനിക്ക് പാർവതീപരനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പാർവതി, തോളപ്പൂക്കൾ, ധനം ചെയ്തപ്പോൾ, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. പിന്നെ ബലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അലിഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തു, ഞാനും പിന്നെ ആരാണതിൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് അവാർഡ് കിട്ടിയില്ല, അതിനെന്തോ അവാർഡ് കിട്ടുന്നു, അതിന് കിട്ടി അല്ലേ? ഗംഭീര റോളായിരുന്നു. അതൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടേക്ക് നല്ല റോളുകൾ എനിക്ക് വരുന്നു, പക്ഷേ വന്നില്ല. എപ്പോഴും നല്ല റോള് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പാണ് എപ്പോഴും വരുന്നത്. സാധാരണ അങ്ങനെയല്ല. എനിക്ക് മാത്രം നല്ല റോള് ചെയ്തോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ റോള് വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല, എന്താണെന്ന് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. പാരകളുണ്ടോ? അതെനിക്കറിയില്ല, പാരകളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, സീനത്ത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് എന്നാ വേണ്ട എന്ന് ചിന്തിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇഷ്ടം പോലെ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ വിളിച്ച പടങ്ങൾ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ ഡയറക്ടറെ കാണുമ്പോഴേ അറിയുള്ളൂ. നല്ല നല്ല റോളുകളാണ് പോയിട്ടുള്ളത്, അതൊക്കെ ഉഗ്രൻ റോളുകൾ. വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. കാരണം നമ്മളറിയുന്നില്ലല്ലോ, സംവിധായകൻ നമ്മളെ വിളിക്കാൻ പറഞ്ഞിട്ട് നമ്മളറിയുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം അന്ന് വിളിച്ചിട്ട് വരാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നായി പോകും നമുക്ക്. സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ. അതെ, അത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അന്നും പ്രൊഡക്ഷൻ കൺട്രോളർമാരാണല്ലോ നിയന്ത്രിക്കുന്നത്. ആരാത് ചെയ്യുന്ന അറിയില്ല, പ്രൊഡക്ഷൻ മാനേജർ അങ്ങനെയാണല്ലോ, അവരാണല്ലോ വിളിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മൾ വിളിക്കുന്നു. സംവിധായകനും പ്രൊഡ്യൂസറും പറഞ്ഞിട്ടുണ്ടാവും. അതെ, പ്രൊഡ്യൂസറല്ല, സംവിധായകർക്ക് അവർ പറഞ്ഞിട്ടുണ്ടാവും. പ്രൊഡ്യൂസർ അങ്ങനെ ഇടപെടാറുണ്ടോ എനിക്കറിയില്ല. അല്ല, ലിസ്റ്റ് കിട്ടി കാണുമല്ലോ അവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നാളെ വെക്കണമെന്ന് പറയുന്നല്ല പറഞ്ഞത്. അതെ, നമ്മുടെ റോള് സംവിധായകനുള്ള തീരുമാനം. സീനത്ത് എന്ന് പറഞ്ഞ ആക്ടിന് ഈ റോള് സീനത്തിനാണ് എന്ന് പറയുമ്പോൾ സീനത്തിനെ വിളിക്കുന്നു. പിന്നെ നമുക്കത് ഭയങ്കര സങ്കടം വരും അത് കാണുമ്പോൾ. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്നുള്ള. ചില നടന്മാർക്കും ഉണ്ട് അത്, ചിലല്ല. ഒരു നടൻ്റെ പേര് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അയാളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമാണ് ചെയ്യുന്നത്, വേണ്ടെന്ന് പറഞ്ഞു. ആരാ നടൻ? പേര് പറയില്ല, അത് മോശമല്ലേ. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. പേര് പറയണ്ട, പക്ഷെ അയാൾക്കറിയാമല്ലോ, അയാളോട് നേരിട്ട് പറഞ്ഞാണല്ലോ. നേരിട്ട് പറഞ്ഞല്ലേ? നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര വൃത്തികേടാണെന്ന്. എന്താ കാരണം പറയണം? അവർക്ക് താല്പര്യമുള്ള ആൾക്കാരിടാനായിരിക്കും, എനിക്കറിയില്ലത് എന്താന്നുള്ളത്. അല്ല, നടൻ ഡയറക്ടർ വേറെ നടൻ വേറെയാണ്. ഈ നടനാണ് പറയുന്നത്, നടനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്ടറിന്റെ അടുത്ത് പറയാണ് വേണ്ട എന്ന്. വേണ്ടെന്നുള്ളതല്ല, അത് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒഴിവാക്കിക്കോ. അത് എന്നെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടേ. ഓ, അവരെന്നെ വിളിച്ച് കഥയും എല്ലാം വന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നമ്മളില്ല എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് പറയും. അത് പറയുകയും ചെയ്തു, പറഞ്ഞു ഇന്ന ആളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് അറിയാമല്ലോ, പുള്ളിയോടെ ചോദിച്ചാണല്ലോ. അന്നുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. അതറിയില്ല, ഇത് ഒരു പടമല്ല, 2-3 പടങ്ങൾ അങ്ങനെ ചെയ്തുമ്പോഴേ. ഒരു പടമാണെങ്കിൽ കുഴപ്പമില്ല, ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഇപ്പം അടുത്ത് വരെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അയാളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അവരുടെ ഇതൊക്കെ ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പേര് നമ്മൾ പറയണ്ട. എനിക്ക് പറയാനുള്ള എപ്പോഴും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.